വിഘ്നേശ്വരായ നമഃ. ഓം നമഃ ശിവായ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യാഴഗ്രഹമാറ്റത്തെക്കുറിച്ചിട്ടാണ്. ശുഭഗ്രഹമായ വ്യാഴം മേടൻ രാശിയിൽ നിന്നും ശുക്രൻ്റെ വീടായ ഇടവൻ രാശിയിൽ മെയ് 1 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:50 പകർച്ചയാകുന്നു. ഗുരുവിന് 2 വീടുകളുണ്ട്, ധനുവും മീനവും. ഗുരു മകരത്തിൽ നീചനാകുന്നു, കർക്കിടകത്തിൽ ഉച്ചനാകുന്നു. ഗുരുവിൻ്റെ ദൃഷ്ടി ഗുരു നിൽക്കുന്ന രാശിയിൽ നിന്നും 5, 7, 9 ഭാവങ്ങളിൽ വരുന്നു. അറിവ്, ജ്ഞാനം, സമ്പത്ത്, ഐശ്വര്യം, വളർച്ച, വികസനം, ഭാഗ്യം, ദീർഘദൂരയാത്ര, ഉന്നത വിദ്യാഭ്യാസം, മതം, ആത്മീയത, ഗുരു, വിശ്വാസം, ധനം, വിവാഹം, കുട്ടികൾ തുടങ്ങി അനേകം കാരകത്വങ്ങളുള്ള വ്യാഴം അല്ലെങ്കിൽ ഗുരു രാശി മാറുമ്പോൾ പ്രപഞ്ചത്തിലും മനുഷ്യരിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. ഏതൊരു ഗ്രഹവും ഒരു രാശി വിട്ട് മറ്റൊരു രാശിയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റേതായ ഒരു വൈബ്രേഷൻ ഭൂമിയിൽ ഉണ്ടാകുന്നു. നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ ഗോചര ഫലങ്ങൾ 25 അല്ലെങ്കിൽ 30% മാത്രമേ ഫലങ്ങൾ നൽകുകയുള്ളൂ. അത് ദോഷമായാലും നല്ലതായാലും. ഒരാളുടെ ജനനകാല ജാതകവും ദശാഭുക്തിയുമാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. ജാതക ദശാഭുക്തി അനുസരിച്ച് ഫലങ്ങൾ തരുന്നതും ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം മോശമാണെങ്കിൽ പൂർണ്ണമായ ശുഭഫലങ്ങൾ ലഭിക്കില്ല. ഇത് പൊതുവായ അല്ലെങ്കിൽ സാമാന്യ ഫലങ്ങളാണ്. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അതോടൊപ്പം ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നമ്മുടെ മാന്യ പ്രേക്ഷകർ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന പ്രേക്ഷകരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വ്യാഴമാറ്റം ഓരോ രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം. മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം ചേരുന്ന മേടൻ രാശിക്ക് വ്യാഴം 9, 12 ഭാവാധിപതിയാണ്. ഇപ്പോൾ ജന്മത്തിൽ നിങ്ങളുടെ രാശിയിൽ തന്നെ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് 1 മുതൽ ധനം, കുടുംബം, വാക്ക് ഈ സ്ഥാനമായ 2-ൽ സഞ്ചരിച്ചു തുടങ്ങുന്നു. വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യാധിപതിയാണ്. അപ്പോൾ ഭാഗ്യാധിപതിയായ വ്യാഴം ധനസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ധനസമൃദ്ധി, കുടുംബമഹിമ, സന്തോഷം, സമ്പത്ത് തുടങ്ങിയവ ഉണ്ടാകും. നിങ്ങൾക്ക് ധനസ്ഥാനം ശുക്രൻ്റെ വീടാണ്. അവിടെ ഗുരുവിൻ്റെ പകർച്ച വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കുടുംബത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന ദുരിതങ്ങളും കലഹങ്ങളും ഇല്ലാതാകും. കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് അംഗീകാരം ഉണ്ടാകും. ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ 6, 8, 10 ഭാവങ്ങളിൽ വരുന്നു. ഉദ്യോഗ സംബന്ധമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. പ്രമോഷൻ, ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതാണ്. സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരുന്നവർക്കും അവ ലഭിക്കും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് മത്സര പരീക്ഷകളിൽ വിജയം, ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ സർവകലാശാലകളിൽ പ്രവേശനവും ലഭിക്കും. ലോണിന് അപേക്ഷിച്ചിട്ട് കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ലോൺ പാസ്സായി കിട്ടും. കിട്ടാതിരുന്ന അല്ലെങ്കിൽ ഇനി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാതിരുന്ന ധനം കൈവന്നു ചേരും. രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് രോഗശമനം ഉണ്ടാകും. പിണങ്ങിക്കഴിഞ്ഞ ബന്ധുമിത്രാദികൾ തിരികെ എത്തും. ചില മേടൻ രാശിക്കാർ പുതിയ വീട്ടിലേക്ക് താമസം മാറും. ചിലർ പുതിയ വീട്, വസ്തു വാങ്ങാനുള്ള ശ്രമം ആരംഭിക്കും. കുടുംബസംബന്ധമായ വസ്തുക്കളിലുണ്ടായിരുന്ന കേസ് വഴക്കുകൾ ഇല്ലാതാകും. വിദേശ ജോലിക്കോ വിദേശത്തോ ഉല്ലാസയാത്ര പോകാൻ സാധിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂല സമയമായിരിക്കും. ജോലി മാറ്റം അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ മുന്നേറ്റം തുടങ്ങിയവ ഉണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമായിരിക്കും. ചിലർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടവും ഉണ്ടാകാം. പൊതുവെ കർമ്മരംഗം പുഷ്ടിപ്പെടും. കുടുംബാന്തരീക്ഷം മെച്ചപ്പെടും. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും. സാമ്പത്തിക മേന്മ
ഉണ്ടാകും. ധനം മേടൻ രാശിക്കാരെ തേടിയെത്തും. അപ്പോൾ പൊതുവെ മേടൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് വളരെയധികം ഗുണഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഇടവൻ രാശി കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം ചേരുന്ന ഇടവൻ രാശിക്ക് വ്യാഴം 8ഉം 11ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 12-ൽ വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന വ്യാഴം 2024 മെയ് 1 മുതൽ ജന്മത്തിൽ, അതായത് 1-ാം ഭാവത്തിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു. ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല. പക്ഷേ ഗുരു നിൽക്കുന്ന രാശിയേക്കാൾ ഗുരു വീക്ഷിക്കുന്ന രാശിക്ക് ബലം വർദ്ധിക്കുന്നു. അപ്രകാരം നോക്കുമ്പോൾ ഗുരു നിങ്ങളുടെ രാശിയുടെ 5, 7, 9 ഭാവങ്ങൾ വീക്ഷിക്കുന്നത് വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. കുടുംബദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. കുട്ടികളില്ലാത്തവർക്ക് സന്താനയോഗം, കുട്ടികൾ മൂലം സന്തോഷം, പ്രണയിക്കുന്നവർക്ക് നല്ല സമയം, ചിലർക്ക് കല്യാണയോഗം, 2ാം വിവാഹത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹയോഗം, ദമ്പതിമാർ നല്ല ഒത്തൊരുമയോടെ കഴിയും, അകന്നു കഴിഞ്ഞവർ ഒരുമിച്ച് കഴിയാൻ അവസരമുണ്ടാകും, ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം, സമൂഹ മധ്യത്തിൽ അംഗീകാരം, ആത്മീയ യാത്രകൾ, ഗുരുസന്നിധികൾ സന്ദർശിക്കാൻ അവസരം, പിതാവിന് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും, വിദേശ യാത്രായോഗം, വിദേശത്ത് ഇപ്പോൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭ്യമാകും. അവരവരുടെ ദശാഭുക്തി അനുകൂലമാണെങ്കിൽ തീർച്ചയായും ജോലി ലഭിക്കുന്നതാണ്. അഷ്ടമാധിപതി ജന്മത്തിൽ നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നേരിട്ടതിന് ശേഷമായിരിക്കും കാര്യങ്ങൾ നടന്നു കിട്ടുന്നത്. അലച്ചിലുണ്ടാകും, ധർമ്മചിന്തകളുണ്ടാകും, രോഗമുണ്ടാകും. ഇതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീകളായിട്ടുള്ള ഇടവൻ രാശിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ വ്യാഴൻ രാശി മാറ്റത്താൽ ഉണ്ടാകില്ല. ഇടവൻ രാശിയിലെ കാർത്തിക നക്ഷത്രക്കാർ രാഷ്ട്രീയത്തിലുള്ളവരാണെങ്കിൽ വിജയമുണ്ടാകും. രോഹിണി നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നുകിൽ ജോലി മാറ്റം, അല്ലെങ്കിൽ ഒരു ഗ്രഹമാറ്റം. മകയിരം നക്ഷത്രക്കാർ കായിക രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും ജോലി ചെയ്യുന്നവരാണെങ്കിൽ നല്ല സമയമായിരിക്കും. ലോൺ എടുക്കുന്നതിൽ ശ്രദ്ധിക്കുക. വാഹനം പുതിയത് വാങ്ങണമെന്നുള്ള തോന്നലുണ്ടാകും. അത് ആലോചിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രം ചെയ്യുക. പ്രായമായവർ അവരവരുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അനുകൂലമായ ദശാഭുക്തിയും വ്യാഴൻ്റെ അനുകൂല സ്ഥിതിയും ജാതകത്തിലുള്ളവർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവെ ഇടവൻ രാശിക്കാർക്ക് ഇടകലർന്ന ഫലമായിരിക്കും ഈ വ്യാഴരാശി മാറ്റത്താൽ ഉണ്ടാകുന്നത്. മിഥുനൻ രാശി മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് വ്യാഴം 7ഉം 10ഉം ഭാവാധിപതിയാണ്. വ്യാഴം മിഥുനത്തിന് അനുകൂലമല്ലാത്തൊരു ഗ്രഹമാണ്. മെയ് 1-ന് വ്യാഴം 11-ൽ നിന്നും 12-ാം ഭാവത്തിലേക്ക്, അതായത് അയന ശയന ഭോഗ വ്യയസ്ഥാനത്തേക്ക് സഞ്ചാരം തുടങ്ങുന്നു. അപ്പോൾ ചിലവുകൾ തീർച്ചയായും വർദ്ധിക്കും. അത് ശുഭചിലവുകളായിരിക്കും. ചിലർക്ക് യാത്രാ സംബന്ധമായ ചിലവുകളുണ്ടാവും. മറ്റു ചിലർക്ക് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിലായിരിക്കും ചിലവുണ്ടാകുന്നത്. ശുക്രൻ്റെ വീടായ ഇടവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ചിലർക്ക് ആഡംബര വസ്തുക്കളോട് ഭ്രമമുണ്ടാകുന്നതും അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നതും. വിദേശ യാത്ര ഉണ്ടാകും. ദീർഘകാലമായി PR, RP, GC തുടങ്ങിയവയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് അവ ലഭ്യമാകും. ഏതായാലും ജന്മസ്ഥലം വിട്ട് മാറി താമസിക്കാൻ ഇടവരും. ജോലിയിൽ മാറ്റങ്ങളുണ്ടാകും. സ്വദേശത്തായാലും വിദേശത്തായാലും ജോലി മാറ്റം ഉണ്ടാകുന്നതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ധാരാളം ചിലവഴിക്കും. സ്ഥിര നിക്ഷേപം ഉണ്ടാകും. വാഹനങ്ങൾക്കും വീടിനും വേണ്ടി വാങ്ങിയ ലോണിൻ്റെ അധിക പലിശ അടച്ചു തീർക്കാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡ് സംബന്ധമായ പണമിടപാടുകൾ തീർക്കാൻ ശ്രമിക്കും. 12-ൽ ഗുരു ആക്ടിവേറ്റ് ആകുന്നതിനാൽ പണം സംബന്ധമായി ചില പ്രതിസന്ധികളും ഉണ്ടാകുന്നതാണ്. അതായത് കടം വീട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ പലിശ അടയ്ക്കാനോ പണം തികയും. പ്രായം ചെന്നവർക്കായി ആശുപത്രി ചിലവുണ്ടാകും. ഉദരരോഗമുണ്ടാകാൻ സാധ്യത. അതുപോലെ മകരം നക്ഷത്രക്കാരായ ഇടവൻ രാശിക്കാർ അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ സാധ്യത കാണുന്നു. ചിലർ വീട് വിൽക്കാൻ വേണ്ടി വളരെ കാലമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ വീടോ വസ്തുവോ അവർക്ക് വിൽക്കാൻ സാധിക്കും. കേസ് വഴക്കുകളുള്ളവർ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് വഴി കേസുകൾ പരിഹരിക്കുന്നതാണ്.
തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ മാതാപിതാക്കളുമായി എപ്പോഴും ഒരു കലഹ സ്വഭാവമായിരിക്കും കാണുന്നത്. തൊഴിലഭിവൃദ്ധി ഉണ്ടാകും. തീർച്ചയായും നിങ്ങൾക്ക് സ്വദേശത്തോ വിദേശത്തോ ജോലി ലഭിക്കും. പുണർതം നക്ഷത്രക്കാരായ മിഥുന രാശിക്കാർക്ക് സന്താന ഭാഗ്യമുണ്ടാകും. അപ്രതീക്ഷിതമായ ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. വീടോ വാഹനമോ വസ്തുവോ വാങ്ങാൻ താൽപ്പര്യമുള്ള മിഥുന രാശിക്കാർ ഈ വിവരം മറ്റാരോടും പറയാതിരിക്കുക. വാങ്ങിയ ശേഷം മാത്രം പുറത്തു പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആഗ്രഹം സാധിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ദമ്പതിമാർ തമ്മിൽ നിലനിന്നിരുന്ന പിണക്കം കുറച്ചൊക്കെ മാറുന്നതാണ്. പ്രണയിതാക്കൾക്ക് കുറച്ച് നല്ല സമയമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിലനിന്നിരുന്ന മടി മാറി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ്. കർക്കിടകൻ രാശി. പുണർതം അവസാന കാൽപാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്കാർക്ക് വ്യാഴം ഭാഗ്യാധിപതിയും 6ാം ഭാവാധിപതിയുമാണ്. കൂടാതെ വ്യാഴം ഉച്ചനാകുന്ന രാശിയും കർക്കിടകമാണ്. ഇതുവരെ 10ൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം മെയ് 1 മുതൽ സർവാഭിഷ്ട സ്ഥാനമായ 11ൽ ശുക്രൻ്റെ വീട്ടിൽ സഞ്ചാരം തുടങ്ങുമ്പോൾ എന്തൊക്കെയായിരിക്കും ഫലങ്ങളെന്ന് നോക്കാം. നിങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. കർമ്മരംഗത്ത് ഇതുവരെ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറും. വ്യാപാരികൾക്ക് അധിക ലാഭമുണ്ടാകും. പല വഴികളിലൂടെ ധനം വന്നു ചേരും. മുതിർന്ന സഹോദരങ്ങളിൽ നിന്നും അനുകൂലമായ സഹകരണമുണ്ടാകും. സമൂഹ മധ്യത്തിൽ പ്രശസ്തി ഉണ്ടാകാം. പ്രത്യേകിച്ച് കലാരംഗത്തും, അതായത് സിനിമ, സീരിയൽ, മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരവരുടെ തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാകും. നിങ്ങളുടെ രാശിയിലാണ് വ്യാഴം ഉച്ചനാകുന്നത്. ഭാഗ്യാധിപതി കൂടിയായ വ്യാഴം ലാഭസ്ഥാനത്ത് വന്ന് ഉച്ചനാവുകയാണ്. അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. നിങ്ങൾക്ക് അഷ്ടമശനിയാണെങ്കിലും അതിലൊന്നും ഭയപ്പെടേണ്ട കാര്യം ഇല്ല. നീണ്ടകാലമായി വീടോ വസ്തുവോ വാഹനമോ വാങ്ങാൻ അവസരമുണ്ടാകും. ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ 3, 5, 7 ഭാവങ്ങളിൽ വരുന്നു. ഇളയ സഹോദരങ്ങളുമായി പിണക്കത്തിലായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അവരുടെ സഹകരണങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ചെറിയ യാത്രകൾ ഉണ്ടാകുന്നതാണ്. അവ മൂലം ധനനേട്ടം, ഏറ്റെടുക്കുന്ന ഉദ്യമങ്ങളിൽ വിജയമുണ്ടാകും. സന്താനത്തിനായി ദീർഘനാൾ കാത്തിരുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും. പ്രണയിതാക്കൾ വിവാഹിതരാകും. കുടുംബദേവതയുടെ അനുഗ്രഹം, നിക്ഷേപങ്ങൾ മൂലം ലാഭം, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഷെയർ ട്രേഡിംഗ് വഴി നേട്ടം, കുട്ടികൾ മൂലം മനസ്സന്തോഷം. നിങ്ങൾക്ക് പ്രായപൂർത്തിയായ അല്ലെങ്കിൽ കല്യാണപ്രായമായ മക്കളുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടന്നു കിട്ടുന്നതാണ്. വിവാഹിതരാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കും. 2ാം വിവാഹത്തിന് കാത്തിരുന്നവർക്കും വിവാഹം നടക്കും. ദമ്പതിമാർ മനസ്സന്തോഷത്തോടെ കഴിയുന്നതാണ്. ഗുരുവിൻ്റെ രാശിമാറ്റം ഇടവൻ രാശിയിൽ ശുക്രൻ്റെ വീട്ടിലാണ്. ശുക്രദശയോ ഭുക്തിയോ നടക്കുന്ന കർക്കിടക രാശിക്കാർക്ക് തീർച്ചയായും സന്തോഷത്തിന് വക നൽകുന്ന പല കാര്യങ്ങളും നടക്കുന്നതാണ്. സ്ത്രീകളാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക സഹായം ലഭിക്കും. വീടോ വാഹനമോ വാങ്ങാൻ അവസരമുണ്ടാകും. ഗുരുവിൻ്റെ ഈ രാശിമാറ്റത്താൽ പല വഴികളിലൂടെ നിങ്ങൾക്ക് ധനവരവും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്നതാണ്. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അനുകൂല ദശാഭുക്തിയും ഗുരുവിൻ്റെ അനുകൂല സ്ഥിതിയുമാണ് ജാതകത്തിൽ ഉള്ളതെങ്കിൽ തീർച്ചയായും കർക്കിടകൻ രാശിക്കാർക്ക് ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം ആദ്യപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് വ്യാഴം 5ഉം 8ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത്, അതായത് 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് 1 മുതൽ കർമ്മസ്ഥാനത്ത് സഞ്ചരിച്ചു തുടങ്ങും. അപ്പോൾ തൊഴിൽ രംഗത്ത് മാറ്റമുണ്ടാകും. ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ചിലർക്ക് ട്രാൻസ്ഫർ ഉണ്ടാകും. ഉള്ള ജോലിയിൽ ശ്രദ്ധിച്ചു നിൽക്കുക. ചിലർക്ക് ജോലി രാജിവെക്കണം എന്ന തോന്നലുണ്ടാകും. കഴിയുന്നതും ജോലി കളയാതിരിക്കാൻ ശ്രമിക്കുക. കണ്ടകശനിയുടെ കാലമാണ്. 7ലാണ് ശനി നിൽക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി മതിയാക്കിയാലോ എന്ന തോന്നലുണ്ടാകും. ജോലി സ്ഥലത്ത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ പ്രായം ചെന്നവരാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ പരിചരിക്കും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. ഗുരു കർമ്മഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ രാശിയുടെ 2, 4, 6 ഭാവങ്ങളിൽ വീക്ഷിക്കുന്നു. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും.
ധനത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. അകന്നു കഴിഞ്ഞ കുടുംബാംഗങ്ങൾ ഒന്നുചേരും. ദമ്പതിമാർ തമ്മിൽ ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറും. മാനസികമായി അകൽച്ച ഉണ്ടായിരുന്ന ദമ്പതികൾ പരസ്പരം തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി തിരികെ എത്തും. മാതാവിന് രോഗസംബന്ധമായ ദുരിതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിക്കിട്ടും. ആഡംബര വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത് സംബന്ധമായി നിലനിന്നിരുന്ന ലോൺ പൂർണ്ണമായും അടച്ചു തീർക്കുക. വസ്തു സംബന്ധമായ തടസ്സങ്ങൾ, കേസുകൾ ഉണ്ടെങ്കിൽ അവ മാറിക്കിട്ടും. ദീർഘകാലമായി ഉണ്ടായിരുന്ന കടങ്ങൾ വീട്ടാൻ സാധിക്കും. കേസ് വഴക്കുകൾ നിങ്ങൾക്ക് അനുകൂലമായി വരും. ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ, അതായത് ചില ചിങ്ങൻ രാശിക്കാർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നു. അപ്പം അങ്ങനെ ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ വീണ്ടും നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നു. കർമ്മത്തിലെ ഗുരുവിൻ്റെ സഞ്ചാരം ചിങ്ങൻ രാശിക്കാർക്ക് മോശമാണെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി മൂലം നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. അതിനാൽ കർമ്മരംഗത്തെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുകൂലമാണെങ്കിൽ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല. കന്നിരാശി ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് വ്യാഴം 4ഉം 7ഉം ഭാവാധിപതിയാണ്. ഇതുവരെ അഷ്ടമത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം മെയ് 1 മുതൽ ഭാഗ്യസ്ഥാനമായ 9-ൽ ശുക്രൻ്റെ വീടായ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ കന്നിരാശിക്ക് ധനാധിപതിയും ഭാഗ്യാധിപതിയുമാണ്. പോരാത്തതിന് യോഗാധിപതി കൂടിയാണ്. അവിടെയാണ് ധനകാരകനായ വ്യാഴം 9-ൽ സഞ്ചരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3-4 വർഷത്തെ ദുരിതങ്ങൾ കന്നിരാശിക്കാർക്ക് തീരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും. ആക്ഷേപിച്ചവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളെ തേടിയെത്തും. ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. വ്യാഴദശ നടക്കുന്നവർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കടം കൊണ്ട് ദുരിതം അനുഭവിച്ചവർക്ക് കടം തീർക്കാൻ കഴിയും. വാഹനം, വീട്, വസ്തു ഇവ വാങ്ങാനുള്ള അവസരമുണ്ടാകും. പണം കയ്യിലില്ലെങ്കിലും അതിനുള്ള വഴികൾ നിങ്ങളെ തേടിയെത്തും. മാനസിക പ്രയാസങ്ങൾ മാറും. ശനിയും നിങ്ങൾക്ക് അനുകൂലമായി 6-ൽ സഞ്ചരിക്കുകയാണ്. കേസ് വഴക്കുകൾ, ശത്രുക്കൾ, രോഗദുരിതങ്ങൾ എല്ലാം ഇല്ലാതാകുന്നതാണ്. നിങ്ങളെ തരം താഴ്ത്തിയവരുടെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കാൻ സാധിക്കും. മാതാപിതാക്കൾക്ക് ഐശ്വര്യമുണ്ടാകും. അവരെ പിരിഞ്ഞിരുന്നവർ മാതാപിതാക്കളെ കാണാനെത്തും. പിതൃസ്വത്ത് ലഭിക്കും. ഗുരുക്കന്മാരെ കണ്ടുമുട്ടും. ആത്മീയ യാത്ര പോകും. മഹാക്ഷേത്രങ്ങൾ പോലുള്ള ആരാധനാലയങ്ങൾ സന്ദർശിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിലും 3-ലും 5-ലും ദൃഷ്ടി ചെയ്യുന്നു. ഉണർവും ഊർജ്ജസ്വലതയും ഉണ്ടാകും. ഇത്രയും നാൾ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന നിങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റ് ഓരോ കാര്യങ്ങളും വിജയകരമായി ചെയ്തു തീർക്കും. ഇളയ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കങ്ങൾ മാറും. ധാരാളം യാത്രകൾ ചെയ്യും. നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിക്കും. അതായത് വിവാഹപ്രായമായ മക്കൾക്ക് വിവാഹം നടക്കും. കുട്ടികളില്ലാതിരുന്നവർക്ക് സന്താനയോഗം. പ്രണയിതാക്കൾക്ക് മംഗല്യഭാഗ്യം. കുടുംബദേവതയുടെ അനുഗ്രഹം. മുജ്ജന്മത്തിൽ ചെയ്ത സത്ഫലങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ സാധ്യമാകും. അത് നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കും. എന്തായാലും കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങളെല്ലാം മാറി വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളായിരിക്കും നൽകുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമായ ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. നിങ്ങൾക്ക് ഈ വ്യാഴത്തിൻ്റെ ഗോചരഫലം അനുകൂലമായി വരുന്നതിനാൽ ബുദ്ധിപൂർവം ഈ വർഷം പ്രയോജനപ്പെടുത്തുക. വളരെ കാലമായി ദുരിതം അനുഭവിച്ച കന്നിരാശിക്കാർക്ക് ഇതൊരു നല്ല യോഗഭാഗ്യം നൽകുന്ന വർഷമായിരിക്കും വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റത്താൽ. അപ്പോൾ ഗുരുവിൻ്റെ ഈ രാശിമാറ്റത്തിൽ ഏറ്റവും നല്ല ഫലം ലഭിക്കുന്ന രാശികളിലൊന്നാണ് കന്നിരാശി. തുലാം രാശി ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 2 പാദം ചേരുന്ന തുലാം രാശിക്കാർക്ക് 3ഉം 6ഉം ഭാവാധിപതിയാണ് വ്യാഴം. ഇപ്പോൾ 7-ൽ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് 1 മുതൽ അഷ്ടമത്തിൽ വരികയാണ്. നിങ്ങളുടെ രാശിനാഥനായ ശുക്രൻ്റെ വീട്ടിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അഷ്ടമഗുരു നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാക്കിത്തരും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത നല്ല അനുഭവം ഉണ്ടാകുന്നതാണ്. 2, 4, 12 ഭാവങ്ങളിലാണ് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത്.
കുറച്ച് അലഞ്ഞു തിരിഞ്ഞ് ബുദ്ധിമുട്ടിയാണെങ്കിലും പണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഡെലിവറി ബിസിനസ് ചെയ്യുന്നവർ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവർക്കെല്ലാം അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ഈ സ്വിഗ്ഗി പോലുള്ള ഡെലിവറി തൊഴിൽ ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ നേട്ടമുണ്ടാകും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല സമയമാണ്. ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകും. വിദേശത്ത് ജോലിക്ക് സാധ്യത. വിദേശത്ത് നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ പുരോഗതി, അതുപോലെ ചിലവും അധികരിക്കുന്നതാണ്. കുടുംബത്തിലെ ചില അസ്വസ്ഥതകൾ കുറയും. മാതാവുമായി അകന്നു കഴിഞ്ഞവർക്ക് മാതാവിൻ്റെ അടുക്കൽ വരാൻ സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി. ചിലർ വീട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്തും. വാഹന സംബന്ധമായ കേടുപാടുകൾ തീർക്കും. 8ാമിടത്തിലെ ഗുരു മറഞ്ഞാലും 2ലെ ഗുരുവിൻ്റെ ദൃഷ്ടി മൂലം പണം എന്തായാലും നിങ്ങൾക്ക് വന്നു ചേരും. മറ്റുള്ളവരുടെ ധനം കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതാണ്. വ്യാഴം അല്ലെങ്കിൽ ഗുരു തുലാം രാശിക്കാർക്ക് അനുകൂലമല്ലാത്ത ഒരു ഗ്രഹമാണ്. അപ്പോൾ ഗുരു 8ൽ മറഞ്ഞാലും മറ്റ് 2 ഗ്രഹങ്ങളായ, അതായത് ശനിയും രാഹുവും നല്ല രീതിയിൽ സഞ്ചരിക്കുന്നതിനാൽ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മാതാവിൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ ചിലർക്ക് ലഭിക്കുന്നതാണ്. അതുമായി വല്ല കേസ് വഴക്കുകളുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കപ്പെടും. പൊതുവേ തുലാം രാശിക്കാർക്ക് ഇടകലർന്ന ഫലങ്ങളായിരിക്കും വരുന്നത്. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുകൂലമാണെങ്കിൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതാണ്. വൃശ്ചികൻ രാശി. വിശാഖം അവസാന 3 പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് ഗുരു അല്ലെങ്കിൽ വ്യാഴം 2ഉം 5ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 6ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മെയ് 1 മുതൽ 7ൽ സഞ്ചരിക്കാൻ പോകുന്നു. ഇതുവരെ 6ൽ നിന്നുകൊണ്ട് രോഗം, കടം, കേസ് വഴക്കുകളാൽ ബുദ്ധിമുട്ടിയിരുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് ഇനി വളരെ നല്ല സമയമായിരിക്കും. 7ൽ നിന്നുകൊണ്ട് വ്യാഴം നിങ്ങളുടെ രാശിയെ നോക്കുന്നു. പിന്നെ 3, 11 ഭാവങ്ങളിലും ദൃഷ്ടി ചെയ്യുന്നു. ഇതുവരെ പണത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിരുന്ന നിങ്ങൾക്ക് ഇനി മറ്റുള്ളവർ പണത്തിനായി നിങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടാകും. ദമ്പതിമാർക്കിടയിൽ നിലനിന്നിരുന്ന വാക്പോരും പിണക്കവും അകൽച്ചയും മാറും. ഡിവോഴ്സിനായി കാത്തിരുന്നവർക്ക് ഡിവോഴ്സ് ലഭിക്കും. ചിലർ ഡിവോഴ്സ് ഒഴിവാക്കി വീണ്ടും ഒത്തുചേരുന്നതാണ്. വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് മംഗല്യയോഗം. ചിലർ പുതിയ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടും. ഇപ്പോൾ സ്നേഹത്തിലുള്ളവർ അടുത്ത ഘട്ടമായ വിവാഹത്തിന് തയ്യാറെടുക്കും. മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിഞ്ഞ ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ ഇനി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് മാതാപിതാക്കളെയും സഹോദരങ്ങളെയെല്ലാം സാമ്പത്തികമായും സഹായിക്കും. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ബിസിനസ്സിലെ കടം തീർക്കാനും പുതിയ ലാഭങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നു. ചിലർ പുതിയ ബിസിനസ്സും തുടങ്ങാൻ ശ്രമിക്കുന്നതാണ്. സമൂഹത്തിൽ പേരും പ്രശസ്തിയും നിങ്ങൾക്കുണ്ടാകും. വിദേശത്ത് പോകാൻ സാധിക്കും. അവിടെ ജോലി ലഭിക്കുന്നതാണ്. ജോലി സ്ഥലത്ത് തൊഴിൽ നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ്, മത്സര പരീക്ഷകളിൽ വിജയം, ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിൽ പോകാൻ അവസരമുണ്ടാകും. ഇളയ സഹോദരങ്ങളാലും മൂത്ത സഹോദരങ്ങളാലും സഹകരണവും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിണങ്ങിക്കഴിഞ്ഞ സഹോദരങ്ങൾ പിണക്കം മാറി നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലികൾ എല്ലാം അത് ഏതു തന്നെയായാലും വിജയം കൈവരിക്കാൻ സാധിക്കും. യാത്രകളാൽ നേട്ടമുണ്ടാകും. നിങ്ങൾക്ക് രോഗാരിഷ്ടതകളുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. മനസ്സും ശരീരവും നന്നായിരിക്കും. സന്തോഷമുണ്ടാകും. എല്ലാം കൊണ്ടും വൃശ്ചിക രാശിക്കാർക്ക് ഒരു സുവർണകാലമായിരിക്കും വ്യാഴമാറ്റത്താൽ ഉണ്ടാകുന്നത്. ഈ വ്യാഴമാറ്റത്താൽ 12 രാശികളിൽ വെച്ച് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു രാശിയാണ് വൃശ്ചികൻ രാശി. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽപാദം ചേരുന്ന ധനുരാശിക്ക് ഗുരു രാശിനാഥനും 4ാം ഭാവാധിപതിയുമാണ്. ഇതുവരെ പഞ്ചമസ്ഥാനമായ മേടത്തിൽ സഞ്ചരിച്ചുകൊണ്ട് യോഗഫലങ്ങൾ തന്നിരുന്ന ഗുരു ഇനി ഋണരോഗ ശത്രുസ്ഥാനമായ 6ാം ഭാവത്തിൽ മെയ് 1 മുതൽ സഞ്ചരിച്ചു തുടങ്ങുന്നു. രാശിനാഥൻ 6ൽ മറയുന്നു. മറ്റു ഗ്രഹങ്ങൾ ഒരുവിധം നല്ല രീതിയിൽ സഞ്ചരിക്കുന്നതിനാൽ
ഓരോ കാര്യങ്ങളും താമസിച്ചായാലും ഭംഗിയായി ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വ്യാപാരികൾക്ക് നല്ല സമയമാണ്. ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം, ചൂതാട്ടം ഇതിലൊക്കെ താല്പര്യം വർദ്ധിക്കും. അത് നിങ്ങൾക്ക് അപകടമായിരിക്കുമെന്ന് മനസ്സിലാക്കുക. ആയതിനാൽ ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും. പക്ഷേ അത് മനസ്സിന് പിടിച്ചില്ല എന്ന തോന്നലുണ്ടാവാം. നിലവിൽ ജോലിയിലുള്ളവർക്ക് കുറച്ച് മാനസിക പ്രയാസമുണ്ടാകും. മേലധികാരികൾ നിങ്ങളെ കൂടുതൽ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. 6-ാം ഇടത്തിലെ ഗുരു പണവരവ് തന്നാലും അതുപോലെ തന്നെ അമിതമായ ചിലവും ഉണ്ടാക്കും. ഗുരുവിൻ്റെ ദൃഷ്ടി 2, 10, 12 ഭാവങ്ങളിൽ വരുന്നു. ധനവരവ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അടുത്ത ഒരു സുഹൃത്തിനെ നിങ്ങൾ ശത്രുവായി മാറ്റാനുള്ള സാധ്യത കാണുന്നു. നിങ്ങളുടെ അസ്ഥാനത്തുള്ള സംസാരത്താൽ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുമായി നിങ്ങൾക്ക് അകൽച്ചയുണ്ടാകും. അതുകൊണ്ട് സംസാരത്തിലൊക്കെ ഒന്ന് സൂക്ഷിക്കുക. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്ക് തരക്കേടില്ലാത്ത സമയമായിരിക്കും. കയറ്റുമതി ഇറക്കുമതി ബിസിനസ് ചെയ്യുന്നവർക്കും വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കുമെല്ലാം ധനനേട്ടമുണ്ടാകും. കുറേ കാലമായി വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർക്ക് ഈ കാലയളവിൽ വിദേശത്ത് പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. നാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ട്രാൻസ്ഫർ ഉണ്ടാകും. അപ്പോൾ കുടുംബത്തെ പിരിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യേണ്ടതായിട്ട് വരും. തൊഴിൽ സംബന്ധമായ ഉയർച്ചയായിരിക്കും വ്യാഴമാറ്റത്താൽ ധനുരാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. കടം വാങ്ങാൻ നിർബന്ധിതനാകും. അത് ശുഭകരമായ ആവശ്യങ്ങൾക്കായിരിക്കും ചിലവാക്കുന്നത്. അതുപോലെ പണവരവും നിങ്ങൾക്കുണ്ടാകും. അവരവരുടെ പ്രായത്തിനനുസരിച്ചും ദശാഭുക്തി അനുസരിച്ചും വ്യാഴം നിങ്ങൾക്ക് ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു. അനുകൂലമല്ലാത്ത ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. പൊതുവെ ധനുരാശിക്ക് ഇടകലർന്ന ഫലങ്ങളായിരിക്കും വ്യാഴമാറ്റത്താൽ ലഭിക്കുന്നത്. മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം ചേരുന്ന മകരം രാശിക്ക് വ്യാഴം 3ഉം 12ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മെയ് 1 മുതൽ പൂർവ്വപുണ്യസ്ഥാനമായ പഞ്ചമസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് മകരം രാശിക്ക് വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. കന്നിരാശി കഴിഞ്ഞാൽ പിന്നെ മകരം രാശിക്കാർക്കായിരിക്കും മികച്ച യോഗഫലങ്ങൾ ഈ വ്യാഴമാറ്റത്താൽ ലഭിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിരുന്ന 7 ശനിയുടെ കാഠിന്യം കുറഞ്ഞു. അതുപോലെ കഴിഞ്ഞ 2 വർഷം വ്യാഴം നിങ്ങൾക്ക് 3ഉം 4ഉം ഭാവങ്ങളിലായിരുന്നു ഗോചരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾ വിചാരിച്ചത് എന്തു തന്നെയായാലും അത് സാധിക്കുന്നതാണ്. ജീവിതം തന്നെ മതിയായെന്ന് വിചാരിച്ചിരുന്നവർക്ക് ഇനിയൊരു പുതു വെളിച്ചം ലഭിച്ച പോലെയുള്ള ഒരു അവസരമായിരിക്കും. നമ്മൾ സാധാരണ പറയുന്ന പോലെ അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ യു ക്യാൻ സീ എ ലൈറ്റ് എന്ന് പറഞ്ഞ പോലെ മകരം രാശിക്കാരെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വക തരുന്ന അനേകം നല്ല കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ കഴിവുകൾ ഇനി അംഗീകരിക്കപ്പെടും. ഇത്രയും നല്ല കഴിവുകൾ നിങ്ങൾക്കുണ്ടായിരുന്നോ എന്ന് പോലും മറ്റുള്ളവർ തിരിച്ചറിയും. ഓരോരുത്തർക്കും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നു. കഴിഞ്ഞ 3-4 വർഷമായി ഏത് കാര്യത്തിനും തടസ്സവും മനോദുഃഖവും അനുഭവിച്ചു വന്നിരുന്ന മകരം രാശിക്കാർക്ക് ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതുപോലെ കിട്ടാതിരുന്ന പണം തിരികെ കിട്ടും. അന്തസ്സും പ്രശസ്തിയും ഉണ്ടാകും. നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കിയ ശത്രുക്കൾ ഒഴിഞ്ഞു പോകും. തൊഴിൽപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറും. പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ശമ്പള വർധനവ് തീർച്ചയായും ഉണ്ടാകും. അതല്ല ഇനിയൊരു പുതിയ ജോലിക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങൾക്ക് ആ തൊഴിൽ ലഭിക്കുന്നതാണ്. ഉന്നത പദവി നിങ്ങളെ തേടിയെത്തും. നിങ്ങളെ നിരന്തരമായി ബുദ്ധിമുട്ടിച്ചിരുന്ന മേലധികാരികൾ സ്ഥലം മാറിപ്പോവുകയോ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുകയോ ചെയ്യും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം, ചിലർക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി, പല പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റവർ വീണ്ടും പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ പുതിയതായി പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും വിജയം ഉണ്ടായിരിക്കുന്നതാണ്. വിവാഹിതരാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് മംഗല്യ യോഗം, 2ാം വിവാഹത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്കും വിവാഹം നടക്കും. സന്താന ഭാഗ്യം, തൊഴിൽ നേട്ടം, ബിസിനസ്സിൽ അധിക ലാഭം,
കലാകാരന്മാർക്കും പ്രത്യേകിച്ച് സിനിമ സീരിയൽ രംഗത്തുള്ളവർക്കും സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം പണവും പ്രശസ്തിയും ഉണ്ടാകും. നിങ്ങൾ ഏത് രംഗത്ത് ജോലി ചെയ്താലും ഏത് പ്രായക്കാരായിരുന്നാലും ശരി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത യോഗഭാഗ്യം നിങ്ങൾക്കുണ്ടാകും. അത് തീർച്ചയാണ്. വീട്, വസ്തു, വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അവസരമുണ്ടാകും. കേസ് വഴക്കുകൾ അനുകൂലമാകും. കടം തീരും. ദൈവാനുഗ്രഹവും കുലദേവതയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടാതെ വിഷമിച്ചവർക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഈ അവസരത്തിൽ ലഭിക്കും. 7 ശനി അടുത്ത വർഷം നിങ്ങൾക്ക് അവസാനിക്കുകയാണ്. പൊതുവെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്ന ഒരു വർഷമായിരിക്കും ഇനി മുന്നോട്ടുള്ളത്. നിങ്ങളുടെ ജാതക ദശാഭുക്തി കൂടി അനുകൂലമായി വരികയാണെങ്കിൽ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും യോഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വ്യാഴമാറ്റത്താൽ 12 രാശികളിൽ വെച്ച് ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു രാശി കൂടിയാണ് മകരൻ രാശി. കുംഭൻ രാശി അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതി ആദ്യ 3 പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്ക് വ്യാഴം 2ഉം 11ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 3ൽ സഞ്ചരിച്ച് പലവിധ ബുദ്ധിമുട്ടുകളും തന്നുകൊണ്ടിരുന്ന വ്യാഴം ഇനി സുഖസ്ഥാനമായ 4ൽ വരികയാണ്. മെയ് 1 മുതൽ 4ാം ഭാവത്തിലെ വ്യാഴം അത്ര മെച്ചമല്ലെങ്കിലും 3ലെ വ്യാഴത്തിനേക്കാൾ ഭേദമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് ആശ്വാസം കുംഭൻ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ കുംഭൻ രാശിക്കാർക്ക് ജന്മശനി നടക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ചതയ നക്ഷത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയാണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല. അതേസമയം 30 വയസ്സിനടുത്ത് പ്രായമുള്ള ചെറുപ്പക്കാർക്ക് അടിപതറിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. എല്ലാ രീതിയിലും മനപ്രയാസവും ദുഃഖവും പേരുദോഷവും മാനഹാനിയും അനുഭവിച്ചു വരുന്നവരാണ് ഏകദേശം 30 വയസ്സിനടുത്ത് പ്രായമുള്ള ചെറുപ്പക്കാർ. പ്രണയം മൂലം പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. 4ൽ വ്യാഴം വന്നതുകൊണ്ട് നല്ല ഫലങ്ങൾ കൂടുതലായി ഒന്നും തന്നെ ലഭിക്കാൻ സാധ്യത കുറവാണ്. കാരണം ജന്മശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3ലെ വ്യാഴത്തിനേക്കാൾ കുറച്ചൊരു ഭേദമുണ്ടെന്ന് മാത്രം പറയാം. പുതിയ തൊഴിൽ, നിക്ഷേപം ഇതിനൊന്നും നിങ്ങൾ മെനക്കെടാൻ നിൽക്കരുത്. അതായത് പുതിയ തൊഴിലിന് വേണ്ടി ഇപ്പോൾ ശ്രമിക്കരുത്. നിക്ഷേപം പുതിയതായിട്ട് നടത്തരുത്. എല്ലാവരോടും ബുദ്ധിപൂർവ്വം ഇടപെടുക. ജാമ്യം നിൽക്കാൻ പോകരുത്. ഗുരുവിൻ്റെ ദൃഷ്ടി 8, 10, 12 ഭാവങ്ങളിൽ വരുന്നു. തൊഴിലിൽ ചെറിയൊരു മുന്നേറ്റം ഉണ്ടാകും. ജോലി ചെയ്യുന്നവർക്ക് ചെറിയൊരു ആശ്വാസമുണ്ടാകും. ചിലവുകൾ വർദ്ധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ സംബന്ധമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം കിട്ടുന്നതാണ്. സാമ്പത്തിക പരാധീനതയിൽ കുറച്ച് മോചനമുണ്ടാവും. കുടുംബസ്വത്ത് പണയം വെച്ച് മനോവേദനയിൽ കഴിഞ്ഞവർക്ക്, അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ അകപ്പെട്ടിരുന്നവർക്കും 2024 സെപ്റ്റംബറിന് ശേഷം പണയാധാരം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ള വഴി ആ സമയത്ത് തെളിഞ്ഞു വരും. കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. അലച്ചിലുണ്ടാകും. ഒരു പ്രാവശ്യം പോയി സാധിക്കേണ്ട കാര്യം ഒരു 10 പ്രാവശ്യം പോയാലും സാധിക്കാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ജാതക ദശാഭുക്തിയും അനുകൂലമല്ലെങ്കിൽ മനോവേദന അനുഭവിക്കേണ്ടി വരും. ഏതായാലും ഒക്ടോബർ മാസത്തിന് ശേഷം നിങ്ങളുടെ ദുരിതങ്ങൾ ഓരോന്നായി മാറി വരുന്നതാണ്. മീനൻ രാശി പൂരുരുട്ടാതി അവസാന കാൽപാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്കാർക്ക് വ്യാഴം രാശിനാഥനും കർമാധിപതിയുമാണ്. ഇതുവരെ ധനസ്ഥാനമായ 2ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴം ഇനി 3ൽ മെയ് 1 മുതൽ സഞ്ചരിക്കാൻ പോകുന്നു. ജ്യോതിഷ ഭാഷയിൽ 3ലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല മീനൻ രാശിക്കാർക്ക്. 7 ശനിയുടെ ആരംഭഘട്ടമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുമെങ്കിലും ഒരു ചെറിയ കാലതാമസം അനുഭവപ്പെടാം. രാശിയിൽ രാഹുവും 12ൽ ശനിയും നിൽക്കുന്നത് നല്ലതല്ല. പക്ഷേ ഗുരുവിൻ്റെ സ്ഥാനബലത്തേക്കാൾ ദൃഷ്ടിബലത്തിന് പവർ ഉള്ളതുകൊണ്ട് മീനൻ രാശിക്കാർക്ക് കാര്യസാധ്യത ഉണ്ടാകും. ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിൽ നിന്നും 7, 9, 11 ഭാവങ്ങളിൽ വരുന്നത് ഒരു വിധത്തിൽ ദൈവാനുഗ്രഹമാണ്. കുറച്ച് കഠിനാധ്വാനം കൂടുതലായി ചെയ്യേണ്ടി വരും. കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടണമെന്നില്ല. കുറച്ച് കാലതാമസം നേരിടും. എന്നാലും നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിച്ചത് അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ആലോചനകൾ വരും. ചിലർക്ക് വിവാഹം നടക്കും.
മറ്റു ചിലർക്ക് കുറച്ച് കാലം കൂടി കാത്തിരിക്കേണ്ടതായി വരും. അതായത് 1 വർഷം കൂടി നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായി വരും. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് പഴയ കാലത്തെ അപേക്ഷിച്ച് കുറച്ചൊരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും പുതിയ മുതൽ മുടക്കിനൊന്നും നിൽക്കരുത്. പങ്കാളികൾ പരസ്പരം സമാധാനപരമായി ഇടപെടുക. എന്തായാലും കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് കുറച്ചു ലാഭം പ്രതീക്ഷിക്കാം. ദീർഘനാളായി ജന്മനാട് വിട്ട് കഴിഞ്ഞവർക്ക് നാട്ടിൽ വരാനായി സാധിക്കും. പിതാവിൽ നിന്നും അനുകൂലമായ സഹകരണമുണ്ടാകും. ഗുരുക്കന്മാരെ കാണാനും മഹാക്ഷേത്രങ്ങൾ, ആത്മീയ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും യാത്ര പുറപ്പെടും. ആത്മീയതയിൽ കൂടുതൽ താൽപ്പര്യമുണ്ടാകും. യോഗ, ധ്യാനം മുതലായവ ശീലമാക്കും. മറ്റ് ഭാഷകൾ സംസാരിക്കുന്നവരിൽ നിന്നും സഹകരണവും സഹായവും ഉണ്ടാകും. അന്യഭാഷ അല്ലെങ്കിൽ വിദേശവാസമുള്ള ആരെങ്കിലും സുഹൃത്തുക്കളായി മാറും. മാതാപിതാക്കൾ അംഗീകരിക്കാത്ത ചെറുപ്പക്കാരുടെ പ്രണയം ഇപ്പോൾ അവരുടെ അനുഗ്രഹാശിസുകളോടെ വിവാഹത്തിലെത്തുന്നതാണ്. ചെറുപ്പക്കാർക്ക് ജോലി മാറ്റം ഉണ്ടാകും. വിദേശത്ത് പോകാൻ യോഗമുണ്ടാകും. അകന്നു കഴിഞ്ഞ ചില ദമ്പതിമാർ ഒത്തുചേരുന്നതാണ്. വിദേശത്തുള്ളവർ കുടുംബത്തെ വിദേശത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ മീനൻ രാശിക്കാർ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. സാമ്പത്തിക കാര്യത്തിലൊന്നും ഇടപെടാൻ പോകരുത്. അതിലൊക്കെ വളരെ ശ്രദ്ധ ആവശ്യമാണ്. 3-ലെ വ്യാഴം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തരില്ല. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങൾക്ക് 7, 9, 11 ഭാവങ്ങളിലാണ് വരുന്നത്. അപ്പം വ്യാഴത്തിൻ്റെ സ്ഥാനബലത്തേക്കാൾ ദൃഷ്ടിബലത്തിന് കൂടുതൽ പവർ വരുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. പാൽപ്പായസ വഴിപാടുകൾ, മഞ്ഞപ്പട്ട് മുതലായവ ഭഗവാന് നേരുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.